അപ്പം ശ്രീ ചന്ദ്രനുണ്ട്, ചെറുകിട വ്യവസായ മേഖല വിദഗ്ധനാണ്. SMEക്ക് വേണ്ടിയിട്ടും അത്യാവശ്യം നല്ല ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി വിശ്വസിക്കുന്നത്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? അത് ശരിയാണ്. കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് വ്യവസായ മേഖലയുടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ ഒരു മേഖലയാണത്. 2 വർഷമായിട്ട് നാം 1ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഡാവോസിൽ നിന്ന് തന്നെ 1.13 ലക്ഷം കോടി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതെ. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു പരിഗണന വ്യവസായ മേഖലയ്ക്ക് ഒരു അപ്ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. 1800 കോടി രൂപ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് 1971 കോടിയായിട്ട് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, നോർമലായിട്ടുള്ള ഒരു വർധനവ് മാത്രമേ അതിലുണ്ടായിട്ടുള്ളൂ. ഈ സ്പെസിഫിക് ആയിട്ടുള്ള കൂടുതൽ പദ്ധതികളൊന്നും ഇതിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ വലിയ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നു റിയലിസ്റ്റിക് ആയിട്ട് കുറേയേറെ സംരംഭങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നടപടികൾ തുടങ്ങി. പക്ഷേ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ട സംവിധാനം ബഡ്ജറ്റിലുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമാണ്. ഞാൻ സർവീസിലുണ്ടായിരുന്ന ഒരാളായിരുന്നത് കൊണ്ട് എനിക്കിപ്പോഴും കുടിശ്ശിക കിട്ടാനുണ്ട്. 11ാം ശമ്പള കമ്മീഷൻ്റെ ഒരു ഗഡു കുടിശ്ശിക ഇപ്പോഴും കിട്ടാൻ കിടക്കുന്നുണ്ട്. ഈ 2015 ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ശമ്പള കമ്മീഷൻ എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിലുള്ളതാണ്. അപ്പോൾ ഇത് വരാൻ പോകുന്നത് അടുത്ത 3 മാസത്തെന്ന് പറഞ്ഞാൽ ഏപ്രിലിലേക്ക് റിപ്പോർട്ട് തന്നെന്നാണ്. ഒരിക്കലും ഏപ്രിലിൽ റിപ്പോർട്ട് കൊടുക്കില്ല, വീണ്ടും നീട്ടിക്കൊടുക്കും. ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ ചുരുങ്ങിയത് ഒരു 2028 വരും. അപ്പം അത് വരുമ്പോഴേക്കും 4 വർഷത്തെ കുടിശ്ശിക ആവും വരാൻ പോകുന്നത്. പിന്നെ ഇത് ഒരു 10 വർഷത്തേക്ക് കുടിശ്ശിക 4 ഗഡുവായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഈ ശമ്പള പരിഷ്കരണം വന്നു എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആക്ച്വലി ഉണ്ടാവില്ല. യാതൊരു സന്തോഷവും ഉണ്ടാവില്ല. DA കുടിശ്ശിക കിട്ടും. DA കുടിശ്ശിക കിട്ടും. പക്ഷെ ഇതിങ്ങനെ ഈ എന്തോ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അത് 25-ലെങ്കിലും ചെയ്യണ്ടേ. ഇത് 26-ൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു. അത് സാരമില്ല ചന്ദ്രൻ, കാരണം കോവിഡിന്റെ സമയത്ത് പ്രത്യേക പരിഗണന കിട്ടിയ കേരളത്തിലെ ഏക വിഭാഗം അതിനെയൊന്നും ഒരിക്കലും ഞാൻ മോശമാണെന്ന് പറയല്ല. അത് വൻ ഹൈക്കാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കേരളമാണ്.